സുഹൃത്തുക്കളെ, ഞാനും കുറച്ച് ഗ്രോ ബാഗിൽ കൃഷിയൊക്കെ തുടങ്ങി. ഞാൻ ഈ കൃഷിയുടെ വീഡിയോ ഒക്കെ എടുക്കാൻ പോയ ഒരു പ്രചോദനത്തിൽ ഞാനും ഞാനും പിന്നെ കുറച്ച് ഗ്രോ ബാഗിൽ വാങ്ങി കൃഷിയൊക്കെ തുടങ്ങി. ഇതിൻ്റെ മണ്ണെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വയലിൽ നിന്നാണ്. വയലിലെ മണ്ണാണ് ഞാൻ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് ഇപ്പം തക്കാളി ഒരു 3 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കത്തിരിയുണ്ട്, വെണ്ടയുണ്ട്, സലാഡ് വെള്ളരി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പടത്തന എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് അതിൽ നമുക്കെങ്ങനെ അങ്ങനെ പടത്തന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ മണ്ണെടുക്കാൻ പോണ നമ്മളിപ്പം എൻ്റെ കയ്യിൽ pH നോക്കണ 2 മീറ്ററുണ്ട്. ഈ 2 മീറ്ററും കറക്റ്റാണെന്ന് നമുക്ക് അവിടെ പോയി നോക്കാം. പിന്നെ ഇതിനകത്താണ് നമ്മൾ ഈ ഷീറ്റിലാണ് നമ്മൾ മണ്ണ് കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു 3 ചാക്ക് മണ്ണെങ്കിലും ഇന്ന് എടുത്തുകൊണ്ട് വരാം. എൻ്റെ സ്കൂട്ടറുണ്ട്, അതിനകത്ത് നിന്ന് എടുക്കാം. പിന്നെ ഇതിനകത്തൊക്കെ നമുക്ക് മണ്ണുകൾ കുറച്ചും കൂടെയൊക്കെ ഇടാനുണ്ട്. കുറച്ച് മണ്ണേ ഇട്ടിട്ടുള്ളൂ, അതിനകത്ത് ഇടണം. അങ്ങനെ നമ്മൾ പോയി മണ്ണൊക്കെ എടുത്തുകൊണ്ട് വരാം. പിന്നെ ഇതിനകത്തൊക്കെ നമുക്ക് മണ്ണിടാനുണ്ട്. ഇതിനകത്ത് എല്ലാത്തിനും മണ്ണിടാനുണ്ട്. കാര്യം ഒരു അരഭാഗമൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പം ഇത് 2 സലാഡ് വെള്ളരി വെച്ചിട്ടുണ്ട്. ഒരു 8 മൂട്, അതായത് ഈ 2 വെച്ചിട്ട് 4 എണ്ണം പയർ വെച്ചിട്ടുണ്ട്. ഇത് പടത്തേണ്ടത് ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അതിനെ മനസ്സിലാകാതെ ഉപയോഗപ്പെടും. അത് അതിനെ പടത്തണ ആകുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാണിക്കാം. ഇന്നിപ്പം നമ്മൾ പോയി മണ്ണൊക്കെ എടുത്തുകൊണ്ട് വരാം. പിന്നെ കുറച്ച് ഗ്രോ ബാഗ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടെ കൃഷികളൊക്കെ ചെയ്യാൻ വേണ്ടി. ഇത് 85 രൂപയാണ്. ഇതാണ് നമ്മളെ പണ. ഇതിപ്പം കൃഷിയൊന്നും ചെയ്തിട്ട് കുറേ നാളായി. നമ്മൾ മരച്ചീനിയൊക്കെ മുമ്പൊക്കെ നട്ടിരുന്നു. പിന്നെ ഇപ്പം ഇങ്ങോട്ട് വരാനും സമയമില്ല. ഞാൻ കേബിളൊക്കെ നടത്തുന്നതുകൊണ്ട് സമയങ്ങളില്ല. അപ്പം ഞാൻ ഈ കുറേ കൃഷിയുടെ വീഡിയോ ഒക്കെ എടുക്കാൻ പോയി ആ പ്രചോദനത്തിൽ പിന്നെ അങ്ങനെയാണ് ഞാൻ പിന്നെ വയലിൻ്റെ അവിടെ നിന്ന് മണ്ണൊക്കെ എടുത്ത് കൃഷിയൊക്കെ ചെയ്യാമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചത്. അങ്ങനെയാണ് നമുക്ക് എൻ്റെ കയ്യിൽ 2 pH നോക്കണ ഒരു ഇതുണ്ട്. നമുക്കത് വെച്ചിട്ട് 2ൻ്റെ നോക്കാം. ഇത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ 2ഉം. പിന്നെ ഇവിടെ ഇപ്പോൾ കാടൊക്കെ പിടിച്ച് കിടക്കണം. ഇനിയിപ്പോൾ ഇവിടെയും കൃഷികളൊക്കെ ചെയ്യണം. മറ്റാരും ചെയ്യാത്തതുകൊണ്ട് പിന്നെ നമ്മളും ചെയ്യാതെ അങ്ങ് ഇട്ടൊക്കെയാണ്. നമുക്ക് അതിൻ്റെ മണ്ണൊക്കെ എടുക്കാൻ പോണ സ്ഥലം അങ്ങാണ് നമ്മൾ മണ്ണെടുക്കാൻ പോകുന്നത്. ഇവിടെ അത്രയും നമുക്ക് പക്ഷേ ഇവിടെ ഒരുപാട് ശീമ നമുക്ക് കൊന്ന കൃഷി ചെയ്യാൻ ഏറ്റവും ഗുണമുള്ള സാധനമാണ് ശീമക്കൊന്ന. നമ്മൾ പണ്ടൊക്കെ വയലിലൊക്കെ ഇത് വെട്ടിയിടുന്നത് ഞാൻ കൊച്ചുനാളിലെ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് ഇപ്പോൾ പലരും പറഞ്ഞാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവും. പക്ഷേ അന്നത്തെ ആളുകൾക്ക് അതിൻ്റെ എന്താണ് ഇതിൻ്റെ സയൻറ്റിഫിക് പരമായിട്ടുള്ള കാര്യം അന്നത്തെ കാലത്ത് അവർക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നാലും ഈ കൊന്നയൊക്കെ വെട്ടി വയലിടുന്ന ഞാനും കൊച്ചുനാളിലെ കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മണ്ണെടുക്കാം. ഇവിടുത്തെ pH എത്രയും നോക്കാം. ഞാൻ 2ഉം നോക്കിയപ്പോഴും 2ലും കറക്റ്റായിട്ട് ഏകദേശം വരുന്നുണ്ട്. ഒന്ന് 5.4ഉം ഒന്ന് 5.5ഉം ഏകദേശം കറക്റ്റ് തന്നെയാണ്. അപ്പം നമുക്ക് എന്നാലും ഇവിടെ നിന്ന് നമുക്ക് വീട്ടിൽ മണ്ണെടുത്തുകൊണ്ട് പോയിട്ട് കുറച്ച് കുമ്മായമൊക്കെ ഇട്ട് കുറച്ച് ദിവസം ഇട്ടിട്ട് നമുക്ക് ആ ഗ്രോ ബാഗിൽ കുറച്ച് നിറയ്ക്കാനുണ്ട്. പിന്നെ പുതിയതായിട്ട് കുറച്ച് ഗ്രോ ബാഗ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് കൃഷിയും കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് നമുക്ക് ഇതിങ്ങനെ കൊടുക്കുമ്പോഴേ അത് സെർച്ച് ആവുള്ളൂ. മറ്റേത് ഡയറക്റ്റ്ലി വരും. ഇത് നമുക്ക് ഇതിൽ പ്രസ് ചെയ്യുമ്പം 2ഉം നേരത്തെ പോലെ തന്നെയാണ് 2ലും കാണിക്കുന്നത്. ഇവിടുത്തെ ഈ മണ്ണെടുക്കാം. ഇത് നല്ല മണ്ണാണ് ഇവിടുത്തെ. പക്ഷേ കുറച്ച് വേരുകളും കൂടെ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് നിറച്ചിട്ട് ഈ ചാക്കിലിട്ട് വണ്ടിയിൽ
ഒരുപാട് നിറഞ്ഞാൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 2 ബക്കറ്റ് മണ്ണ് വെട്ടിയിട്ട് ഇതിനകത്തിട്ടിട്ട് ബാക്കി അവിടെ കൊണ്ട് വെച്ചിട്ട് വണ്ടിക്കകത്ത് വെച്ചിട്ട് ഇതിനകത്ത് പക്ഷേ മണ്ണിരയൊക്കെ ഉണ്ട് ആവശ്യം പോലെ. നീ അവിടെ കൊണ്ട് നീ 2 എണ്ണം ഇട്ട് നീ നമുക്ക് ഇതിനകത്ത് ഷീറ്റിലോട്ട് എടുത്താട്ട് കീറിപ്പോയി. ഇത് 3-4 ചാക്കെടുത്താൽ വണ്ടി ഓഫില്ല. പക്ഷേ ഇത്രയും അവിടുത്തെ മഴ ചെയ്തുകൊണ്ട് അത്രയും ചെളിയായി. ഇനിയിപ്പം ഇതിനകത്ത് നമുക്ക് കുമ്മായം ഇതിനകത്ത് നമുക്കിപ്പോൾ 5.5 ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് കുമ്മായം മതിയാവും. നനവുള്ളതുകൊണ്ട് നമുക്ക് ഇനി വെള്ളം ഒഴിക്കണമെന്നില്ല. ഞാൻ ഇവിടെ തലയിട്ടങ്ങനെ ഇതിങ്ങോട്ട് ഇളക്കാൻ വേണ്ടിയാണ്. ഇളക്കി കൊടുക്കുക അതിന്. ഇളക്കിയിട്ട് കുറച്ചും കൂടെ അതിൻ്റെ കൂടെ ഇട്ടേക്ക് കുറച്ചും ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതാണ് ഞാൻ പുതിയ ഗ്രോ ബാഗ് മാറ്റാൻ വെച്ചിരിക്കുന്നത്. ഇതിനകത്തും കൂടെ കുറച്ച് നടാണ്ട്. കുറച്ചും കൂടെ ഇതിനകത്ത് വിതറിക്കണം. അത് മതിയാവും. നമുക്ക് ഇതിനകത്ത് എൻ്റെ ഒരു സ്പെഷ്യലാണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് മണ്ണിനുള്ള കീടനാശിനിയൊക്കെ ഇതും കൂടെ ഇടുമ്പം ഇതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ അത് പണ്ട് നമ്മൾ വയലിലൊക്കെ ഇതൊക്കെ വെട്ടി വാരി കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതും കൂടെ മറ്റ് കുഴച്ച് കൊടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൻ്റെ പുറകത്ത് ഈ ഷീറ്റ് ഉള്ളതുകൊണ്ട് വീട്ടിൻ്റെ നമുക്ക് ഇതിലൊന്നും ആവാതെ ഇരിക്കും. ശീമക്കൊന്ന നമ്മളെ ഇഷ്ടം പോലെ നമ്മളെ സ്ഥലത്തുണ്ട്. ഇന്നും കൂടെ എൻ്റെ കൂടെ കിടക്കട്ടെ. അപ്പം വെള്ളം നനമുള്ളതുകൊണ്ട് നമുക്ക് മൂടിയിട്ടേക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ മൂടിയിടാം. ഇപ്പം ഇന്നത്തെ നനവുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യേണ്ട. ഇത് മഴ പെയ്യാതിരിക്കാൻ വേണ്ടി മൂടിയിടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.